എമ്പുരാൻ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്ന് എമ്പുരാൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ അമരക്കാരൻ ശ്രീ RV ബാബുവാണ്. സ്വാഗതം. നമസ്കാരം. എന്താണ് എമ്പുരാനെതിരെ ഹിന്ദു ഐക്യവേദി ഈ നിലപാടെടുത്തത്? എമ്പുരാൻ വളരെ പ്രതീക്ഷ നൽകിയൊരു സിനിമയായിരുന്നു. വളരെ വലിയ ഹൈപ്പ് കൊടുത്ത് ഒരുപാട് ആളുകൾ വളരെ നേരത്തെ പ്രീ ബുക്കിംഗ് ഒക്കെ നടത്തി കാണാൻ കാത്തിരുന്നൊരു സിനിമ ലൂസിഫർ 2 എന്ന പേരിൽ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട ആ സിനിമ കാണാൻ ചെന്ന സമയത്ത് കണ്ട കാര്യങ്ങൾ തീർത്തും വസ്തുതാവിരുദ്ധമായ, നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചരിത്രത്തെ തെറ്റായി പ്രതിപാദിക്കുന്ന ഒരു സിനിമയായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ ഉള്ളൊരു നടൻ, മഹാനടൻ അഭിനയിച്ച സിനിമയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില സംഭവങ്ങൾ അത് കണ്ടു. തികച്ചും ഏകപക്ഷീയമായ ഒരു ചരിത്ര പശ്ചാത്തലം വിവരിച്ചുകൊണ്ടാണ് ആ സിനിമ മുന്നേറിയത്. അപ്പോൾ അത് ഹിന്ദു സമൂഹത്തെ കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് ആ സിനിമ. ഗുജറാത്ത് സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദി ഹിന്ദുക്കളാണെന്നും ഹിന്ദുക്കൾ അക്രമകാരികളാണെന്നും മുസ്ലിം വംശഹത്യയാണ് അവർ ലക്ഷ്യം വെച്ചതെന്നും ഇപ്പോൾ കേരളത്തിൽ അത്തരത്തിലുള്ള ആ ശക്തികൾ രാഷ്ട്രീയത്തിൽ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുകയാണ് എന്നും അവരിവിടെ ഗുജറാത്ത് ആവർത്തിക്കുകയാണ് എന്നൊക്കെയാണ് ആ സിനിമ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഗുജറാത്ത് പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതും ഒഴിവാക്കാനാവാത്തതുമാണ് ഗോദ്ര സംഭവം. കാരണം ഗുജറാത്ത് കലാപത്തിൻ്റെ ഒക്കെ കാരണമായിട്ടുള്ളത് ഗോദ്രയിലുണ്ടായ ആക്രമണമാണ്. ഗോദ്ര സബർമതി എക്സ്പ്രസ്സിന് ഗോദ്രയിൽ സബർമതി എക്സ്പ്രസ് വന്ന സമയത്ത് ആ സബർമതി എക്സ്പ്രസ്സിനെ ആയിരക്കണക്കിന് ആൾക്കാർ കൂട്ടം ചേർന്ന് ആക്രമിച്ച് പുറത്തു നിന്ന് കല്ലെറിഞ്ഞ് അത് കൊള്ളാതിരിക്കാൻ വേണ്ടി അവർ ഷട്ടറും ജനലുകൾ അടച്ചു. അപ്പോൾ ഉള്ളിലേക്ക് അതിന് മുൻപേ തന്നെ പെട്രോൾ ഒഴിച്ച്, അപ്പോൾ പുറത്തേക്ക് ചാടാൻ പറ്റാതെ അകത്തു നിന്ന് അതിനെ കത്തിച്ച് അങ്ങനെ 59 പേരെ കൊന്നുകളഞ്ഞ ക്രൂരമായ ആ കൂട്ടക്കൊലയെ ഡേ 1 ഈ ഗുജറാത്ത് പ്രക്ഷോഭം ഉണ്ടായ കാലം മുതൽ, കലാപം ഉണ്ടായ കാലം മുതൽ നമ്മുടെ നാട്ടിലെ ഈ ലെഫ്റ്റ് ലിബറൽ കോൺഗ്രസ് ഈ പറയുന്ന ആളുകളൊക്കെ അവർ ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യുമ്പോൾ ഗോദ്രയെക്കുറിച്ച് മിണ്ടാറില്ല, ഒരക്ഷരം പറയാറില്ല. അപ്പോൾ ഗോദ്ര എന്നുള്ള വിഷയം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ ഈ ഗുജറാത്ത് പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. ഗുജറാത്തിൽ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 1000-ലേറെ പേര് മരിച്ചിട്ടുണ്ട്. അതിൽ 273 പേരും ഹിന്ദുക്കളാണ്. അവരെയും കൊന്നുകളഞ്ഞതാണ്. അപ്പോൾ ഏകപക്ഷീയമായിരുന്നില്ല ഗുജറാത്ത് കലാപം, രണ്ട് ഭാഗത്തുമുള്ള കലാപമാണ്. അത് തുടക്കം കുറിച്ചത് കർസേവകരെ കൊലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു ചരിത്ര വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഏകപക്ഷീയമായി ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു അല്ലെങ്കിൽ വംശഹത്യ ചെയ്യുന്നത് അവരാണെന്നുണ്ടെങ്കിൽ അതിന് ആ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായിട്ട് വരികയും അവരിവിടെ ഈ തരത്തിൽ ഗുജറാത്തിൽ ചെയ്ത പോലെ ഈ കേരളം പിടിച്ചടക്കാൻ വേണ്ടി അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നു. അവർ പ്ലാൻ ചെയ്യുന്നത് എന്താണ്? ഇടുക്കി ഡാം പൊട്ടിച്ച് കളഞ്ഞിട്ട് ഈ കേരളത്തിലെ 2 ജില്ലകൾ മുക്കിക്കളയാൻ വേണ്ടി ഉള്ള ആസൂത്രണം നടത്തുന്നു. ആരാണ് നടത്തുന്നത്? ഹിന്ദു നേതാക്കന്മാരാണ്. അപ്പോൾ മാത്രമല്ല, നമ്മുടെ ഈ കേരളത്തിൻ്റെ കോസ്റ്റൽ ലൈൻ ഉണ്ട്, 600 കിലോമീറ്ററോളം നീളമുള്ള, അതുവഴി ഡ്രഗ് ട്രാഫിക്കിംഗ് നടത്താം, അങ്ങനെ ബിസിനസ്, അതിലൂടെ പണം കണ്ടെത്താം. ഈ തരത്തിലുള്ള തികച്ചും ഹിന്ദു സംഘടനകളെയും ഹിന്ദുത്വ ആശയത്തെയും ഒക്കെ കരിവാരി തേക്കുന്ന തരത്തിൽ, അതേപോലെ NIA ലോഗോ ഉപയോഗിച്ചിട്ട് ഈ രാജ്യത്തെ ഏറ്റവും കൺവിക്ഷൻ റേറ്റുള്ള, വിശ്വാസ്യതയുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് NIA. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് രാജ്യത്തുള്ളതിൽ ഏറ്റവും കൺവിക്ഷൻ റേറ്റുള്ള, ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഒരു ഏജൻസിയാണ് NIA. ആ NIA ലോഗോ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ ഈ കലാപത്തിൻ്റെ സൂത്രധാരകത്വത്തിൻ്റെ ദൃഷ്ടിയിൽ ചിത്രീകരിക്കുന്നു. ഇത് മൊത്തത്തിൽ ഈ ഒരു സിനിമ ആൻറ്റി ഹിന്ദു സിനിമയായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയായിട്ടാണ് തുടക്കം മുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ അഭിപ്രായം ഉണ്ടാകുമായിരുന്നു. കാരണം പ്രൊപ്പഗണ്ട സിനിമകൾ ഒരുപാട് ഇറങ്ങാറുണ്ട്. അങ്ങനെ പ്രൊപ്പഗണ്ട സിനിമകളിൽ ഹിന്ദു സംഘടനകളെ, ഹിന്ദുത്വ ആശയത്തെ, ഹൈന്ദവ സംസ്കാരത്തെ, പൈതൃകത്തെ, നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാരെ, സന്യാസിമാരെ ഒക്കെ
ആക്രമിച്ചുകൊണ്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോൾ ഇവിടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇറങ്ങി, ശബരിമല പ്രക്ഷോഭത്തിൻ്റെ തൊട്ടുപുറകെ ഇറങ്ങിയത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളും ഉണ്ടായതൊഴിച്ചാൽ ഇത്രയും വലിയ ഹ്യൂജ് പ്രൊട്ടസ്റ്റ് ഈ നിലയ്ക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സിനിമയ്ക്കെതിരെ കേരളം കണ്ട ഏറ്റവും വലിയൊരു പ്രൊട്ടസ്റ്റ്. എന്നാൽ ആ പ്രൊട്ടസ്റ്റ് തീർത്തും ജനാധിപത്യപരമായിരുന്നു എന്നുള്ളതാണ്. തീർത്തും ഇന്ത്യയുടെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആണ് ആ പ്രൊട്ടസ്റ്റ് ഈ നാട്ടിലെ ജനങ്ങൾ രേഖപ്പെടുത്തിയത്. അത് കാണാതിരിക്കാൻ ഈ സിനിമാ നിർമ്മാതാക്കൾക്ക് കഴിയുമായിരുന്നില്ല. അതിൻ്റെ മോഹൻലാൽ അടക്കം അടങ്ങുന്ന ആളുകൾക്ക് ആ പ്രതിഷേധത്തെ കാണാൻ കഴിയാത്ത തരത്തിലേക്ക് ഉണ്ടായ ഒരു വലിയ സമ്മർദ്ദം ഉയർന്നു വന്നു. യഥാർത്ഥത്തിൽ മുഴുവൻ കേരളത്തിലെ ഹൈന്ദവ സമൂഹം, അല്ലെങ്കിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ, ഹൈന്ദവർ മാത്രമല്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഒറ്റക്കെട്ടായിട്ട് ഈ സിനിമയുടെ തീമിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു പ്രക്ഷോഭം പോലും ഉണ്ടാക്കാതെ, തിയേറ്റർ മുമ്പിൽ ഒരു സമരം സംഘടിപ്പിക്കാതെ, സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സുകളിലൂടെ ഇത് കൈമാറി അങ്ങനെയാണ് എമ്പുരാനെ റീഎഡിറ്റ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചത്. അതൊരു വലിയ നേട്ടമല്ലേ? തീർച്ചയായും. ഇത് കേരളത്തിൽ നിന്ന് ഈ പറയുന്ന ആളുകൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ ഈ മൊത്തം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുകയും അതിൽ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് നീക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് മാത്രം ആ സിനിമയിൽ നിന്നും നമ്മുടെ ഈ ആശയഗതി മാറാൻ പോകുന്നില്ല. പക്ഷേ തത്വത്തിൽ തങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ള നിലയ്ക്ക് അംഗീകരിച്ചുകൊണ്ട്, ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു തിരുത്തൽ വരുത്തുന്നത്. അതിൽ തർക്കമില്ല. പക്ഷേ ആ സിനിമയിൽ ഈ പറയുന്ന കേന്ദ്രപ്രമേയത്തിലൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. അത് നമുക്കറിയാം. ഓൾറെഡി സെൻസർ ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടിയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു സിനിമയാണ്. അതിൽ കൂടുതൽ മാറ്റങ്ങൾ വരാൻ സാധ്യമല്ല. പക്ഷേ ഇത് കേരളത്തിലെ ഈ പറയുന്ന ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനകളെ, ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ, ഹിന്ദുക്കളെ എന്തു പറഞ്ഞാലും ഒരു കുഴപ്പവും കേരളത്തിൽ സംഭവിക്കില്ല, ഇത് കേരളമാണ് എന്ന് പറഞ്ഞ് ബലം പിടിക്കുന്ന ആളുകൾക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടിയാണ്. അതിൻ്റെ കരച്ചിലാണ് ഇപ്പോൾ ഈ കേൾക്കുന്നത് മുഴുവൻ. ഒരുപാട് മോഹൻലാൽ കീഴടങ്ങി, പൃഥ്വിരാജ് കീഴടങ്ങി, അവരെ ED പേടിപ്പിച്ചുകൊണ്ടാണ്. എത്ര പരിഹാസ്യമായ ആരോപണമാണ്. മോഹൻലാൽ EDയെ പേടിക്കുന്നു, അല്ലെങ്കിൽ പൃഥ്വിരാജ് EDയെ പേടിക്കുന്നു. അപ്പോൾ EDയെ പേടിക്കാൻ പാകത്തിന് ഇവരുടെയൊക്കെ ക്യാരക്ടർ അത്ര ഷെയ്ഡിയാണോ? ഇവർക്കൊക്കെ അത്രയും എന്തെങ്കിലും മറച്ചു വയ്ക്കാനുണ്ടോ? അപ്പോൾ അതും കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ടൊരു സിനിമ ഇറക്കാൻ ധൈര്യപ്പെട്ട പൃഥ്വിരാജിനെ പോലുള്ള ആൾക്ക് ഈ ED വരും, CBI വരും, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരും എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ അങ്ങ് പിൻവലിക്കാൻ തക്ക രീതിയിലാണോ? അങ്ങനെയല്ല. അത്രമാത്രം ജനരോഷം ഈ സിനിമയ്ക്കെതിരെ ഉയർന്നു വന്നു. മാത്രമല്ല, ഈ ഉന്നയിക്കുന്ന വസ്തുതകളോട് അവർക്ക് മറുപടിയില്ലാത്തൊരു അവസ്ഥയായി. അപ്പോൾ മോഹൻലാലൊക്കെ സിനിമ കണ്ട് ഇറങ്ങി വരുന്ന അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ട ആളുകൾ മുഴുവൻ പറയുന്നത് അദ്ദേഹം തീർത്തും അസംതൃപ്തനായിരുന്നു സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോൾ. അതാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ മുഖഭാവവും ഒക്കെ അത് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അദ്ദേഹം അറിഞ്ഞിട്ടാണോ അല്ലയോ അതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ നിൽക്കുകയാണ്. അത് നമ്മുടെ ആരുടെയും വിഷയമല്ല. അദ്ദേഹം അറിഞ്ഞിട്ടായാലും അല്ലെങ്കിലും ഇത്തരം സിനിമകൾ നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ വസ്തുതകളെ നാളിതുവരെ മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്ന, ഇനി അത് കേരളത്തിൽ നടപ്പില്ല എന്നുള്ളതാണ്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. കേരളം മുഴുവൻ ഭാരതത്തിൻ്റെയും ഭാഗം തന്നെയാണ്. ഭാരതത്തിൻ്റെ എല്ലാവിധ സാംസ്കാരിക പാരമ്പര്യവും ചരിത്രവും പൈതൃകവും പേറുന്ന ആ തുടർച്ച തന്നെയാണ് കേരളത്തിലുമുള്ളത്. ഇത് കേരളമാണ് എന്നുള്ള ആ ബലം പിടുത്തമൊന്നും ഇനി ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഓടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ എതിരാളികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം. ദേശവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചാൽ ഇത് കേരളമാണെന്നും അതൊരു കലാരൂപമാണെന്നും നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുമുള്ള ഒരു ചിന്താഗതി ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ഭാഗത്തുനിന്ന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ഒരു തിരിച്ചടിയായിട്ട് ഈ എമ്പുരാൻ സിനിമയ്ക്കെതിരെയുള്ള ഹൈന്ദവരുടെ പ്രതിഷേധം മാറിയെന്നാണ്. ഇത് സെൽഫ് എക്സ്പോസ്ഡ് ആണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് സിനിമയായിട്ട് കണ്ടാൽ മതി, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് വന്ന ആളുകളൊക്കെ സെൽഫ് എക്സ്പോസ്ഡായി. അതിൻ്റെ കാരണം, ഇപ്പോൾ ഈ കേരള സ്റ്റോറി വന്നത് കഴിഞ്ഞ 2 വർഷം മുമ്പാണ്. ആ കേരള സ്റ്റോറി വന്ന സമയത്ത് കേരള സ്റ്റോറി നിരോധിക്കണം, ഇതിവിടെ അനുവദിക്കരുത് എന്ന് പറഞ്ഞ ആളാണ് കോൺഗ്രസിൻ്റെ നേതാവ് VD സതീശൻ. ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ ഇത് കേരള സ്റ്റോറി ഇവിടെ കളിക്കാൻ പാടില്ല, കാരണം ഇത് കേരളത്തിന് അപമാനമുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് സിനിമയാണ്,
സിനിമ ഒരു ഫിക്ഷനാണ് എന്ന വാദമൊന്നും കേരള സ്റ്റോറിക്ക് സംബന്ധിച്ചുണ്ടായില്ല. കാശ്മീർ ഫയൽസ് വന്നപ്പോഴും ഇതേ ആരോപണമായിട്ട് അവർ രംഗത്ത് വന്നിരുന്നു. കാശ്മീർ ഫയൽസ് ഇതേപോലെ ഫിക്ഷനാണ്, അതൊരു സിനിമയല്ലേ, സിനിമയായിട്ട് കണ്ടാൽ പോരെ എന്നൊന്നും കാശ്മീർ ഫയൽസിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ അവരുടെ സെലക്റ്റീവായിട്ടുള്ള നിലപാടുകൾ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. സെലക്റ്റീവായിട്ടുള്ള നിലപാടുകൾ ഹിന്ദു സമൂഹവുമായിട്ട് അല്ലെങ്കിൽ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് വരുന്നതിനെ എല്ലാത്തിനെയും കണ്ണടച്ചെതിർക്കുകയും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ലെഫ്റ്റ് ലിബറൽ മാവോ ചിന്താഗതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയങ്ങളെ സമ്പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സമീപനം, ആ സമീപനം ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഏറെക്കാലം ഈ നിലപാടുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ കോൺഗ്രസിനും സാധ്യമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സാധ്യമല്ല. ഇപ്പോൾ CPM അടക്കമുള്ള ആളുകൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾ ചോദിക്കുകയാണ്, TP51 എന്ത് സംഭവിച്ചു? എത്ര തിയേറ്ററുകളിൽ നിന്നാണ് പിൻവലിക്കേണ്ടി വന്നത് TP51? TP51 സംവിധായകൻ മൊയ്തു, അദ്ദേഹം തന്നെ പരസ്യമായി, പിന്നീട് അദ്ദേഹം CPM ചേർന്നു, കോൺഗ്രസ്സുകാരെ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെന്നും പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ CPM ചേർന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ശരി, അദ്ദേഹം പറഞ്ഞത് അന്ന് വലിയ തോതിലുള്ള സമ്മർദ്ദം കൊണ്ട് തിയേറ്ററിൽ കളിക്കാൻ പറ്റിയില്ല TP51. ലെഫ്റ്റ് റൈറ്റിനോ എത്ര വലിയ ആരോപണമാണ് ലെഫ്റ്റ് റൈറ്റിനെതിരെ കൊണ്ടുവന്നത്. കണ്ണൂർ ജില്ലയിൽ സിനിമ കളിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഈ തരത്തിലുള്ള നിലപാടുകൾ ഇവരുടെ എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ സിനിമാ വിവാദത്തിലൂടെ വ്യക്തമാകുന്നത്. ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഒരു വസ്തുത എന്ന് വെച്ചാൽ ഗോദ്ര ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ് ഗോദ്ര യഥാർത്ഥത്തിൽ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ടു. ഗോദ്ര വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന പല വിവാദങ്ങളും സത്യത്തിൽ മറച്ചു വയ്ക്കുകയാണ് ചെയ്തത്. ഇവർ പറയുന്നത് എന്താ, ഗോദ്രയിൽ ബാനർജി കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, ജസ്റ്റിസ് കൃഷ്ണയ്യർ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. അവിടെയൊക്കെ ഈ ട്രെയിനിലെ അകത്ത് നിന്ന് സ്വാഭാവികമായിട്ട് തീ പടർന്നു പിടിച്ചതാണ്, തീ വെച്ചതല്ല എന്നുള്ള ആരോപണമാണ്. ഈ ആരോപണം ആദ്യം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഫൈൻഡിങ് കൊണ്ടുവന്നത് ബാനർജി കമ്മീഷനാണ്. ബാനർജി കമ്മീഷൻ ശരിക്കും റെയിൽവേ മിനിസ്റ്ററായിരുന്ന ലല്ലു പ്രസാദ് യാദവ് നിയോഗിച്ച കമ്മീഷനാണ്. 2004 UPA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ റെയിൽവേ മിനിസ്റ്ററായിരുന്ന ലല്ലു പ്രസാദ് യാദവ് ആണ് ബാനർജി കമ്മീഷൻ നിയോഗിക്കുന്നത്. അത് തന്നെ നമ്മുടെ ഇന്ത്യൻ ക്രിമിനൽ ലോക്കെതിരാണ്. റെയിൽവേ മിനിസ്റ്റർക്ക് അങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കാൻ അധികാരമില്ല. പോട്ടെ, അങ്ങനെ ഒരു കമ്മീഷനെ, ഏകാംഗ കമ്മീഷനെ വെച്ചു. 2004 ആ കമ്മീഷനെ വെച്ചപ്പോൾ 2006 തന്നെ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് ഹൈക്കോടതി നൾ ആൻഡ് വോയിഡായിട്ട് തള്ളിക്കളഞ്ഞു, ഡിസ്ചാർജ് ചെയ്തു ആ കമ്മീഷൻ റിപ്പോർട്ട്. അങ്ങനെ ഒരു റിപ്പോർട്ടിന് യാതൊരു സാധുവില്ല എന്ന് പറഞ്ഞു. ഇതൊന്നും ആരും പറയാൻ തയ്യാറല്ല. എന്നാൽ നാനാവധി മാത്രമല്ല, നാനാവധി കമ്മീഷൻ പ്ലസ് KG ഷാ കമ്മീഷനാണ്. ആ രണ്ട് പേര് കൂടിയും ചേർന്നിട്ടുള്ള കമ്മീഷനാണ്. KG ഷാ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. കൃത്യമായിട്ട് നാനാവധി കമ്മീഷൻ എത്ര വർഷം, 2002 നിയോഗിച്ച ആ കമ്മീഷൻ അതിൻ്റെ ഇൻ്റർ റിപ്പോർട്ട് കൊടുക്കുന്നത് 2008. 6 വർഷം, 40,000-ഓളം തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് 1000-ഓളം വിറ്റ്നസ്സുകളെ എക്സാമിൻ ചെയ്തുകൊണ്ടാണ് ആ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുന്നത്. കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ട്രെയിന് തീവച്ചത്, അതിൻ്റെ പിന്നിലുള്ള കോൺസ്പിരസി എന്താണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇതിനകത്ത് വലിയ തോതിൽ പ്രതിരോധത്തിലാകാൻ കാരണം അവരിതിനെയൊക്കെ സ്വഭാവേന തീപിടിച്ച ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. അവർ മുസ്ലിങ്ങളാണ്, കോൺഗ്രസ്സുകാരാണ്. ഗോദ്ര മുനിസിപ്പൽ കോർപ്പറേഷനിലെ കോർപ്പറേറ്റുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇതിലെ പ്രതികൾ. 33 പേരെ ശിക്ഷിച്ചു. അതിൽ 11 പേർക്ക് വധശിക്ഷ വിധിച്ചു. പിന്നീട് അപ്പെക്സ് കോർട്ട് അവരുടെ ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആയിട്ട് മാറ്റി. പക്ഷേ എല്ലാവരും കുറ്റക്കാരാണെന്ന് കണ്ടു. അവർക്ക് ജാമ്യം പോലും നിഷേധിച്ചു സുപ്രീം കോടതി. എല്ലാവർക്കും ജാമ്യം കൊടുത്തിട്ടില്ല. ഇപ്പോഴും 17 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഗോദ്രയിൽ തീവെപ്പ് നടത്തിയ ആ കേസിൽ കുറ്റക്കാരായിട്ട് ശിക്ഷിക്കപ്പെട്ടത് കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗോദ്ര കലാപത്തിൻ്റെ സൂത്രധാരകത്വം കോൺഗ്രസ് ആണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന് ഈ ഗോദ്ര ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അവർ സിഖ് കലാപം ചർച്ച ചെയ്യില്ല. ഇപ്പോൾ മോഡി അധികാരത്തിൽ വന്നുകൊണ്ടാണ് കോൺഗ്രസ്സിലെ സിഖ് കലാപത്തിൽ പ്രതിയായിട്ടുള്ള സജ്ജൻ കുമാർ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ ശിക്ഷിക്കപ്പെട്ടത്. എത്ര വർഷം എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് സിഖ് കലാപത്തിലെ പ്രതികളെ ശിക്ഷിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് 84 നടന്നതാണ് സിഖ് കലാപം. 3350 പേര് കൊല്ലപ്പെട്ടു എന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക്. 3350 പേര് കൊല്ലപ്പെട്ട ആ കേസിൽ സജ്ജൻ കുമാറിനെ ശിക്ഷിക്കുന്നത് ഇപ്പോഴാണ്. ആലോചിച്ച് നോക്കുക. ഗുജറാത്ത് കലാപത്തിൽ പ്രതികളായ പലരെയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്ത് എത്രയോ കാലമായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ നിലപാടുകൾ എക്സ്പോസ് ചെയ്യപ്പെട്ടു ഈ ചർച്ചയിലൂടെ എന്നുള്ളതാണ്.
ശരിക്കും പറഞ്ഞാൽ ഗോത്ര കലാപത്തെ ചർച്ചയാക്കി പറ്റിയത് എമ്പുരാൻ സിനിമയാണെന്ന് പറയാം. യഥാർത്ഥത്തിൽ അതാണ് ഈ സിനിമ കൊണ്ടുണ്ടായ ഒരേ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഇവർ മറച്ചു വെക്കാൻ ശ്രമിച്ച ചരിത്രം പുറത്തു വന്നു എന്നുള്ളതാണ്. ഇവർ മറച്ചു വെക്കാൻ ശ്രമിച്ച ചരിത്രം പുറത്തു വന്നു. കൃഷ്ണയ്യരുടെ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. കൃഷ്ണയ്യർ കമ്മീഷനെ നിയോഗിച്ച് PUC എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ഒരു ലെഫ്റ്റ് സംഘടനകളുടെ, ലെഫ്റ്റ് മാവോയിസ്റ്റ് സംഘടനകളുടെ ഒരു ഒരു സംഘടനയാണ്. അവരുടെ നേതാവായിട്ടാണ് കൃഷ്ണയ്യർ പോയത്. കൃഷ്ണയ്യർ പലപ്പോഴും ഇടതുപക്ഷ അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൃഷ്ണയ്യരുടെ ആ റിപ്പോർട്ടിൽ പോലും ട്രെയിന് നേരെ കല്ലേറുണ്ടായി എന്ന് പറയുന്നുണ്ട്. സംഘടിതമായിട്ടുള്ള കല്ലേറ് ട്രെയിന് നേരെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. തീ പിടിക്കാൻ കാരണം അവിടെ അതിനകത്തെന്തോ പാചകം ചെയ്തു. ഇത് പാചകം ചെയ്ത സ്റ്റൗ മറിഞ്ഞാൽ ഒരു 2 ബോഗി മുഴുവൻ കത്താവുന്ന പെട്രോൾ അല്ലെങ്കിൽ മണ്ണെണ്ണ, ഒരു സ്റ്റൗവിലെ മണ്ണെണ്ണ 2 ബോഗിയെ മുഴുവൻ കത്തിക്കും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആ ഒരു പരിഹാസ്യമായ കണ്ടെത്തൽ നടത്തി. ഈ കണ്ടെത്തൽ മുഴുവൻ കോടതി തള്ളിക്കളഞ്ഞു. ഇത് മുഴുവൻ കോടതി തള്ളിക്കളഞ്ഞു. കോടതി അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് മറച്ചു വെച്ച ആ ചരിത്രം യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നു എന്നുള്ളതാണ് ഈ എമ്പുരാൻ സംഭവത്തിലൂടെ. ഈ വിഷയത്തിൽ ഞാൻ അവസാനമായി പറയുന്നത്, ഗുജറാത്ത് ചർച്ച ചെയ്യും തോറും അത് ഹിന്ദുത്വ സംഘടനകൾക്ക് ഗുണകരമാണ്. കാരണം അതിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരികയും അതിലെ പ്രതികളെ രക്ഷിക്കാൻ വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവർ അവരൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടുകയും കൂടുതൽ ദേശീയ ശക്തികൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് ഈ ഓരോ ചർച്ചയും പോവുക. അതുകൊണ്ട് ഗുജറാത്ത് ചർച്ച ചെയ്തപ്പോഴൊക്കെ ഗുജറാത്തിൽ BJP ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ചർച്ചയാവട്ടെ, ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഇത്തരം സിനിമകൾ വന്നാൽ അത് ഹിന്ദു സംഘടനകൾക്ക് തന്നെയാണ് പ്രയോജനം. അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ജനജാഗരണത്തിലൂടെ ഞങ്ങളത് നേടിയെടുക്കുകയും ചെയ്യും. എന്തായാലും ഒരു വലിയ നേട്ടം തന്നെയാണ് ഈ ഹിന്ദു ഐക്യവേദിയുടെ ഈ പ്രക്ഷോഭം, അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാടുകൾ കാണിച്ചതൊടുവിൽ എമ്പുരാൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്ക് അത് തിരുത്താം, അല്ലെ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണെന്ന് ഒരു നിലപാടെടുക്കേണ്ടി വന്നത് ഇത്തരത്തിലുള്ള ശക്തമായ ഹിന്ദു ഐക്യവേദിയുടെ ഉൾപ്പെടെയുള്ള നിലപാടുകൾ കൊണ്ടുവരികയാണ്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.